ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സ് സബ്ജക്റ്റിലെ ചാപ്റ്റർ 2 സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇന്ത്യൻ എക്കോണമിയുടെ സെക്ടേഴ്സിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്കൊരു ക്ലാരിറ്റി ഈ ഒരു ചാപ്റ്ററിലൂടെ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സെക്ടേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ സെക്ടേഴ്സ്. ലെറ്റ് us look at these pictures. നമുക്ക് ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. കണ്ടല്ലോ? ഓക്കെ. യു വിൽ ഫൈൻഡ് ദാറ്റ് പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നിങ്ങൾ ഈ പിക്ചറിലൂടെയൊക്കെ എന്താ മനസ്സിലാക്കിയത്? ആൾക്കാരെല്ലാം തന്നെ ഓരോ എക്കണോമിക് ആക്ടിവിറ്റിയിലും എൻഗേജ്ഡ് ആണ്. സം ഓഫ് ദീസ് ആർ ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസിങ് ഗുഡ്സ്. ചിലതെന്താണ്? ചില ആക്ടിവിറ്റീസ് എന്താണ്? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. സം അതേഴ്സ് ആർ പ്രൊഡ്യൂസിങ് സർവീസസ്. മറ്റു ചിലതോ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ദീസ് ആക്ടിവിറ്റീസ് ആർ ഹാപ്പനിങ് അറൗണ്ട് us എവറി മിനിറ്റ് ഈവൻ ആസ് വി സ്പീക്ക്. ഈ ആക്ടിവിറ്റീസൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെ? ഓരോ മിനിറ്റിലും. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും എന്താണ്? ഓരോ ആൾക്കാരും ഓരോ ആക്ടിവിറ്റിയിൽ എന്താണ്? എൻഗേജ്ഡ് ആണ്. ഓക്കെ. ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ് ദീസ് ആക്ടിവിറ്റീസ്? എങ്ങനെ നമുക്ക് ഈ ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും? വൺ വേ ഓഫ് ഡൂയിങ് ദീസ്, ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? ടു ഗ്രൂപ്പ് ദം. ഒന്നി ഗ്രൂപ്പ് ചെയ്യുക, അതായത് ക്ലാസിഫൈ ചെയ്യുക. എങ്ങനെ ചെയ്യാനാണ് പറയുന്നത്? യൂസിങ് സം ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ, അതായത് ചില ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയൻ യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ഗ്രൂപ്പ്സ് ആർ ഓൾസോ കോൾഡ് ആസ് സെക്ടേഴ്സ്. ഈ ഗ്രൂപ്പുകളെയെല്ലാം തന്നെ സെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അതായത് നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രൂപ്പ്സിനെ എന്താ വിളിക്കുക? സെക്ടേഴ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ. എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള സെക്ടേഴ്സ്? എക്കണോമിക് സെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇനി നമ്മൾ നോക്കാൻ പോണത് ഓരോ സെക്ടറിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് പ്രൈമറി സെക്ടറിനെ കുറിച്ച് നോക്കാം. ദർ ആർ മെനി ആക്ടിവിറ്റീസ് ദാറ്റ് ആർ അണ്ടർടേക്കൺ ബൈ ഡയറക്ട്ലി യൂസിങ് നാച്ചുറൽ റിസോഴ്സസ്. ഇവിടെ പല ആക്ടിവിറ്റീസും നടക്കുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? ഡയറക്റ്റായിട്ട് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ്. ടേക്ക് ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൻ്റെ കൾട്ടിവേഷൻ. ഇറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ എ ക്രോപ്പ് സീസൺ. ഒരു ക്രോപ്പ് സീസണിലായിരിക്കും ഇത് നടക്കുക. ഫോർ ദ ഗ്രോത്ത് ഓഫ് കോട്ടൺ പ്ലാന്റിൻ്റെ ഗ്രോത്തിന് വേണ്ടി വി ഡിപ്പെൻഡ് മെയിൻലി ബട്ട് നോട്ട് എൻറ്റയർലി. നമ്മൾ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, പക്ഷേ എൻറ്റയർലി അല്ല, പക്ഷെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നാച്ചുറൽ ഫാക്ടേഴ്സിനെയാണ്. ആട്ടെ, ഏതൊക്കെ നാച്ചുറൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക? റെയിൻഫോള്, സൺഷൈന് ആൻഡ് ക്ലൈമറ്റ്. ദ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ആക്ടിവിറ്റി കോട്ടൺ ഈസ് എ നാച്ചുറൽ പ്രൊഡക്റ്റ്. ഈ ഒരു ആക്ടിവിറ്റിയിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കോട്ടൺ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. സിമിലർലി അങ്ങനെ തന്നെ ഇൻ ദ കേസ് ഓഫ് ആൻ ആക്ടിവിറ്റി ലൈക്ക് ഡെയറി പോലുള്ള ആക്ടിവിറ്റീസിൻ്റെ കേസിലാണെങ്കിലും വി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ദ ആനിമൽസ്. നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? ആനിമൽസിൻ്റെ ബയോളജിക്കൽ പ്രോസസ്സിനെയാണ്. ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫോഡർ. അപ്പം അത് കഴിക്കുന്ന ഫുഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അതിന് കൊടുക്കേണ്ട കാലിത്തീറ്റയൊക്കെ വേണ്ടേ? എന്നാലല്ലേ നമുക്ക് ഡെയറി പ്രൊഡക്ട്സ് ഒക്കെ തന്നെ കിട്ടുള്ളൂ. ദ പ്രൊഡക്റ്റ് ഹിയർ മിൽക്ക് ഓൾസോ ഈസ് എ നാച്ചുറൽ പ്രൊഡക്റ്റ്. ഇവിടെ പറയുന്ന മിൽക്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റും എന്താണ്? നാച്ചുറൽ പ്രൊഡക്റ്റാണ്. അതായത് ആനിമൽസിൻ്റെ ബയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മിൽക്ക് കിട്ടുക. സിമിലർലി മിനറൽസ് ആൻഡ് ഓട്സ് ആർ ഓൾസോ നാച്ചുറൽ പ്രൊഡക്ട്സ്. അതേപോലെ തന്നെ മിനറൽസ് ആണെങ്കിലും ഓട്സ് ആണെങ്കിലും അതും നാച്ചുറൽ പ്രൊഡക്ട്സ് തന്നെയാണ്. വെൻ വി പ്രൊഡ്യൂസ് എ ഗുഡ് ബൈ എക്സ്പ്ലോയിറ്റിംഗ് നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പം നമ്മളൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാണ് നാച്ചുറൽ റിസോഴ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട്. ഇറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി ഓഫ് പ്രൈമറി സെക്ടർ. അതൊരു പ്രൈമറി സെക്ടർ തന്നെയാണ്. ഓക്കെ.
ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി സെക്ടറാണ്. വൈ പ്രൈമറി? എന്താണ് പ്രൈമറി തന്നെ? ദിസ് ഈസ് ബിക്കോസ് ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഫോംസ് ദ ബേസ് ഫോർ ഓൾ ദ പ്രൊഡക്ട്സ്. ഇത് എല്ലാ പ്രൊഡക്റ്റിനും ഒരു ബേസാണ്. ദാറ്റ് വി സബ്സിക്വൻ്റ്ലി മേക്ക്. അത് വെച്ചിട്ടാണ് നമ്മൾ പുതിയ പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. സിൻസ് മോസ്റ്റ് ഓഫ് ദ നാച്ചുറൽ പ്രൊഡക്ട്സ് വി ഗെറ്റ്, അതായത് നമുക്ക് കിട്ടണ ഒട്ടുമിക്ക നാച്ചുറൽ പ്രൊഡക്ട്സും ആർ ഫ്രം എഗ്രികൾച്ചർ, ഡെയറി, ഫിഷിംഗ്, ഫോറസ്ട്രി. എവിടെ നിന്നാണ് കിട്ടുന്നത് നമുക്ക്? എഗ്രികൾച്ചറിലൂടെ, ഡെയറിയിലൂടെ, ഫിഷിങ്ങിലൂടെ, ഫോറസ്ട്രിയിലൂടെ. ദിസ് സെക്ടർ ഈസ് ഓൾസോ കോൾഡ്, അതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടർ എന്നാണ്. അഗ്രികൾച്ചർ അതുപോലെ റിലേറ്റഡ് സെക്ടർ എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോണത് ദ സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു അതർ ഫോംസ്. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ നാച്ചുറൽ പ്രൊഡക്ട്സ് വേറെ രൂപത്തിലോട്ട് ചേഞ്ച് ആവുകയാണ്. എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഏത് പ്രോസസ്സിലൂടെയാണ് ചേഞ്ച് ആവുക? ത്രൂ വേസ് ഓഫ് മാനുഫാക്ചറിങ്. മാനുഫാക്ചറിങ് എന്ന പ്രോസസ്സിലൂടെ, മാനുഫാക്ചറിങ് എന്ന രീതിയിലൂടെ. ദാറ്റ് ബി അസോസിയേറ്റ് വിത്ത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി. അതാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ പ്രൈമറി. പ്രൈമറിക്ക് ശേഷം വരുന്ന സ്റ്റെപ്പാണ് സെക്കൻഡറി എന്ന് പറയുന്നത്, അതായത് സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ദ പ്രൊഡക്റ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ നേച്ചർ. പ്രൊഡക്റ്റ് നേച്ചറാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, ബട്ട് ഹാസ് ടു ബി മെയ്ഡ്. പക്ഷേ അത് ഉണ്ടാക്കണമെങ്കിൽ ആൻഡ് ദെയർഫോർ സം പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ഈസ് എസെൻഷ്യൽ. പക്ഷേ അത് ഉണ്ടാക്കണമെങ്കിൽ ചില പ്രോസസ്സിന് വിധേയമാകേണ്ടി വരും. ഏത് പ്രോസസ്സിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്? മാനുഫാക്ചറിങ് എന്ന പ്രോസസ്സ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നു. അവിടെ ഈ മാനുഫാക്ചറിങ് പ്രോസസ്സ് എവിടെ നടക്കുക? ദിസ് കുഡ് ബി ഇൻ എ ഫാക്ടറി, എ വർക്ക്ഷോപ്പ് ഓർ അറ്റ് ഹോം. മാനുഫാക്ചറിങ് പ്രോസസ്സ് ഫാക്ടറീസിൽ നടക്കാം, വർക്ക്ഷോപ്സിൽ നടക്കാം, അല്ലെങ്കിൽ വീടുകളിലും നടക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ യൂസിങ് കോട്ടൺ ഫൈബർ ഫ്രം ദ പ്ലാന്റിൽ നിന്ന് കോട്ടൺ ഫൈബർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? വി സ്പിൻ യാൺ. നമ്മൾ യാൺ സ്പിൻ ചെയ്യും. ആൻഡ് വീവ് ക്ലോത്ത്, അതുപോലെ നമ്മളത് നെയ്തെടുക്കുകയും ചെയ്യും. യൂസിങ് ഷുഗർ കെയിൻ ആസ് എ റോ മെറ്റീരിയൽ. ഷുഗർ കെയിനെ ഒരു റോ മെറ്റീരിയൽ ആക്കിക്കൊണ്ട് നമ്മൾ എന്താ ഉണ്ടാക്കുക? വി മേക്ക് ഷുഗർ ഓർ ഗുഡ്. അതായത് നമ്മൾ പഞ്ചസാര ഉണ്ടാക്കും, അല്ലെങ്കിൽ ശർക്കര ഉണ്ടാക്കും. വി കൺവേർട്ട് എർത്ത് ഇൻ ടു ബ്രിക്സ് ആൻഡ് യൂസ് ബ്രിക്സ് ടു മേക്ക് ഹൗസസ് ആൻഡ് ബിൽഡിങ്സ്. നമ്മൾ എർത്തിനെ ബ്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ബ്രിക്സ് ആണ് നമ്മൾ വീട് ഉണ്ടാക്കാനും ബിൽഡിങ്സ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യുക. സിൻസ് ദിസ് സെക്ടർ ഗ്രാജുവലി ബിക്കെയിം അസോസിയേറ്റഡ് വിത്ത് different kinds of industries that came up, it is also called as industrial sector. അതായത് ഈ ഒരു സെക്ടർ ഗ്രാജുവലി എന്താണ്, പലതരത്തിലുള്ള ഇൻഡസ്ട്രീസുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതിനെ എന്താ വിളിക്കുന്നത്? അതിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കാറുണ്ട്. മനസ്സിലായോ? സെക്കൻഡറി സെക്ടറിനെ അപ്പം എന്ത് പേരിലും അറിയപ്പെടുന്നുണ്ട്? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. ആഫ്റ്റർ പ്രൈമറി ആൻഡ് സെക്കൻഡറി, പ്രൈമറിക്കും സെക്കൻഡറിക്കും ശേഷം there is the third category of activities that fall under tertiary sector. മൂന്നാമത്തെ ഒരു കാറ്റഗറി വരുന്ന ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ പെടുക ഏത് സെക്ടറിലാണ്? ടെർഷറി സെക്ടറിലാണ്. ആൻഡ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ എബോവ് ടു. മേലെ പറഞ്ഞിരിക്കുന്ന രണ്ട് സെക്ടറിനേക്കാളും എന്താണ്? വ്യത്യസ്തമാണ്. These are activities that help in the development of the primary and secondary sector. ഈ ഒരു ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യുന്ന എന്തിനെയാണ്? അതായത് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. These activities by themselves do not produce a good. ഈ ഒരു ആക്ടിവിറ്റി സ്വന്തമായിട്ട് ഗുഡ്സ് ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. But they are an aid or a support for the production
പ്രോസസ്സ്. പക്ഷേ ഇത് ഒരു എയ്ഡ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് നൽകുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഗുഡ്സ് ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ primary or secondary sector would need to be transported by trucks or trains and then sold in wholesale and retail shop. അതായത് ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടർ ആർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ? അതായത് ഹോൾസെയിൽ ആണെങ്കിലും അതേപോലെ ഷോപ്സിലാണെങ്കിലും എത്തിക്കണ്ടേ? അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെക്ടറാണ് എന്ത്? ടേർഷറി സെക്ടർ. അതായത് ഇത് സർവീസ് പ്രൊവൈഡറാണ്. ഓക്കെ, അതായത് ഇതെല്ലാം തന്നെ പ്രൈമറി സെക്ടർ ആണെങ്കിലും സെക്കൻഡറി സെക്ടർ ആണെങ്കിലും അതാൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് വേണം? ട്രക്സ് വേണം, അല്ലെങ്കിൽ ട്രെയിൻ വേണം, ഇതൊക്കെ വേണ്ടേ? എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ഹോൾസെയിലാണെങ്കിലും റീറ്റെയിൽ ഷോപ്പിലാണെങ്കിലും അത് വിൽക്കാൻ പറ്റൂ. ഓക്കെ, അറ്റ് ടൈംസ് ഇറ്റ് മേ ബി നെസസറി ടു സ്റ്റോർ ദീസ് ഇൻ ഗോഡൗൺസ്. ചില സമയങ്ങളിൽ എന്താണ് ഇത് ഗോഡൗണിൽ എന്ത് ചെയ്യേണ്ടി വരും? സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരും. We also may need to talk to others over telephone or send letters. കമ്മ്യൂണിക്കേഷൻ, അതായത് ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പോൾ നമുക്കൊരാളോട് ടെലിഫോൺ വഴി സംസാരിക്കണം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യണം. അപ്പോഴും നമുക്ക് എന്ത് വേണം? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെക്ടർ വേണം, അല്ലേ? അതുപോലെ തന്നെ ബോറോ മണി ഫ്രം ബാങ്ക്സ് ടു ഹെൽപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. അതായത് പ്രൊഡക്ഷൻ്റെയും ട്രേഡിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് അതിൻ്റെ ഹെൽപ്പായിട്ട് എന്ത് ചെയ്യാം? ബാങ്കിൽ നിന്ന് മണി ബോറോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതെന്താണ്? ബാങ്കിങ് ആണ്, അല്ലേ? ഈ ബാങ്കിങ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ഇതെല്ലാം തന്നെ ടെർഷ്യറി ആക്ടിവിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താ ചെയ്യുന്നത്? സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ട്രേഡ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ടെർഷ്യറി സെക്ടർ. ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, സ്റ്റോറേജ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ട്രേഡ്, ഇവയെല്ലാം തന്നെ ടെർഷ്യറി ആക്ടിവിറ്റീസിൻ്റെ ചില എക്സാമ്പിൾസ് ആണ്. സിൻസ് ദീസ് ആക്ടിവിറ്റീസ് ജനറേറ്റ് സർവീസസ് റാദർ ദാൻ ഗുഡ്സ്, അതായത് ഈ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാതെ സർവീസാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെർഷ്യറി സെക്ടറിന് ദ ടെർഷ്യറി സെക്ടർ ഈസ് ഓൾസോ കോൾഡ് എ സർവീസ് സെക്ടർ. അതുകൊണ്ട് തന്നെ ഈ ടെർഷ്യറി സെക്ടറിനെ വിളിക്കുന്ന വേറൊരു പേര് എന്താണ്? സർവീസ് സെക്ടർ എന്ന്. സർവീസ് സെക്ടർ ഓൾസോ ഇൻക്ലൂഡ് സം എസെൻഷ്യൽ സർവീസസ്. സർവീസ് സെക്ടറിനകത്ത് വേറെ ചില എസെൻഷ്യൽ സർവീസസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് മേ നോട്ട് ഡയറക്റ്റ്ലി ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അത് ഡയറക്റ്റായിട്ട് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വി റിക്വയർ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ് ആൻഡ് ദോസ് ഹു പ്രൊവൈഡ് പേഴ്സണൽ സർവീസസ് സച്ച് ആസ് washerman, barbers, cobblers, lawyers and people to do administrative and accounting works. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനെ ആവശ്യമായിട്ടുണ്ട്, ഡോക്ടേഴ്സിനെ ആവശ്യമായിട്ടുണ്ട്, പേഴ്സണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന വാഷർമാൻ, ബാർബേഴ്സ്, കോബ്ലേഴ്സ്, ലോയേഴ്സ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നവർ, അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നവർ, ഇവരെല്ലാം നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അല്ലേ? In recent times, certain new services based on information technology, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് വേറെ കുറേ സർവീസസും ഉണ്ട്, അല്ലേ? എന്തൊക്കെയാണ് വരിക? ഇൻഫോർമേഷൻ ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള പുതിയ സർവീസസ്, അതായത് ഇൻ്റർനെറ്റ് കഫേ, ATM ബൂത്ത്, കോൾ സെൻറ്റേഴ്സ്, സർവീസ് കമ്പനീസ്, ഇതെല്ലാം തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇതെല്ലാം വരുന്നത് എവിടെയാണ്? സർവീസ് സെക്ടറിലാണ് വരിക, അതായത് ടെർഷ്യറി സെക്ടറിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ പോർഷൻ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു.